ഹലോ, അപർണ ഹിയർ. SCRT സീരീസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ എങ്കിലും അത്രയും തന്നെ PSCക്ക് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എല്ലാവരും വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് ഈ വീഡിയോ കാണേണ്ടതാണ്. എന്റെ കൂടെ ഒപ്പം വായിക്കാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുന്നത് സർ സി ശങ്കരൻ നായരെ കുറിച്ചാണ്. സർ സി ശങ്കരൻ നായർ PSCക്ക് അത്രയും പ്രിയപ്പെട്ട വ്യക്തിയാണ് കേട്ടോ ഇദ്ദേഹം. സർ സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ, അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്നത്. അത് PSCക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി, INCയുടെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അപ്പൊ 1897 അമരാവതി സെഷനിലെ അല്ലെ, അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഇനി HH റിസ്ലെ, അദ്ദേഹം എഴുതിയ കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തി ക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായിട്ടും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിൽ ഒന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ് എന്നാണ് HH റിസ്ലെ പറഞ്ഞത്. ആരാണ് HH റിസ്ലെ? ബംഗാൾ വിഭജനത്തിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ എഴുതിയ ഒരു ഔദ്യോഗിക കുറിപ്പാണ് നമ്മൾ വായിച്ചത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ശക്തി കേന്ദ്രമായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണ നിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നുമാണ് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. കഴ്സൺ പ്രഭു എന്താ പറഞ്ഞത്? ബംഗാൾ പ്രവിശ്യ വളരെ വിസ്തൃതമാണ്, അതുകൊണ്ട് അതിനെ വിഭജിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അത് വിഭജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വദേശി മൂവ്മെന്റ് അതുപോലെ ദേശീയ പ്രസ്ഥാനമൊക്കെ ഒന്ന് ദുർബലമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബംഗാളിനെ വിഭജിക്കുകയാണ്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16. നോക്കി വെച്ചോളൂ. ബംഗാൾ വിഭജനം നടന്ന വർഷം മാസം തീയതി 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16. 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൊൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോന ബംഗ്ല, ഇതും ചോദിക്കാറുണ്ട്. അമർ സോന ബംഗ്ല ആരാണ് എഴുതിയത് എന്ന് ചോദിക്കാറുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച അമർ സോന ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തിലൂടെയാണ്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവും ആയിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രധാന ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതാക്കുകയുമായിരുന്നു സ്വദേശി സമരത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. പിന്നെയോ ആചാര്യ PC റോയ്, ആരാണ്? ആചാര്യ PC റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, അതുപോലെ രവീന്ദ്രനാഥ ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജാംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ടിട്ടുള്ളവയാണ്.
സുരേന്ദ്രനാഥ ബാനർജി സ്വദേശി പ്രസ്ഥാനത്തെ കുറിച്ച് നൽകിയ വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കരുത്തിന്റെ നാളുകളിൽ സ്വദേശി പ്രസ്ഥാനം നമ്മുടെ സാമൂഹിക ഗാർഹിക ജീവിതത്തിന്റെ മുഴുവൻ പ്രതലത്തിനും നിറം ചാർത്തി. ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കാവുന്നത് പോലുള്ള വിദേശ വസ്തുക്കൾ ഉൾപ്പെട്ട വിവാഹ സമ്മാനങ്ങൾ മടക്കി നൽകപ്പെട്ടു. ദേവന്മാർക്ക് നിവേദ്യമായി വസ്തുക്കൾ സമർപ്പിക്കപ്പെട്ട ചടങ്ങുകളിൽ കാർമ്മികത്വം വഹിക്കുവാൻ പുരോഹിതർ പലപ്പോഴും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിദേശ ഉപ്പോ പഞ്ചസാരയോ ഉപയോഗിച്ച ആഘോഷവേളകളിൽ പങ്കെടുക്കാൻ അതിഥികൾ വിസമ്മതിച്ചു. അതായത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ വസ്തുക്കളെ പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ വിദേശത്ത് നിന്നും വന്നിട്ടുള്ളവ ഇതിനെ ബഹിഷ്കരിക്കുകയുമാണ് ചെയ്തത്. ഇത്തരം പ്രചരണ പരിപാടികൾ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളികളായി. ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിച്ചു. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇനിയാണ് സ്വദേശി സമിതികൾ. കണ്ടോ, ഇവിടെ അശ്വിനി കുമാർ ദത്ത്, അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആരാണ് അശ്വിനി കുമാർ ദത്ത്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനുമായി പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനകളാണ് സ്വദേശി സമിതികൾ. അശ്വിനി കുമാർ ദത്ത് രൂപീകരിച്ച സ്വദേശി ബാന്ധവ് സമിതി. അപ്പൊ സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ച വ്യക്തിയായിരുന്നു ആര്? അശ്വിനി കുമാർ ദത്ത്. അത് ഒരു സ്വദേശി സമിതിയാണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും പ്രവർത്തിച്ചിരുന്ന സന്നദ്ധ സംഘടനയാണ് ഏത്? സ്വദേശി ബാന്ധവ് സമിതി. അത് രൂപീകരിച്ചത് അശ്വിനി കുമാർ ദത്താണ്. സന്നദ്ധ ഭടന്മാർക്ക് കായിക പരിശീലനം നൽകുക, പകർച്ചവ്യാധിയും മറ്റും മൂലം ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുക, സ്വദേശി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവർ മിതവാദികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മിതവാദികൾ. അവരെങ്ങനെയാ പ്രവർത്തിച്ചത്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. സമാധാനപരമായും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും അവർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ആരൊക്കെയാണ് മിതവാദികൾ എന്നറിയപ്പെട്ടിരുന്നത്? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എല്ലാം മിതവാദികളായിരുന്നു. അവര് സമാധാനപരവും രക്തരഹിതപരവുമായിട്ടുള്ള സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവ വഴിയുമൊക്കെയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അവരാണ് തീവ്രദേശീയവാദികൾ. തീവ്രദേശീയവാദികൾ ആരൊക്കെയാണ് അവര്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് തുടങ്ങിയവരായിരുന്നു തീവ്രദേശീയവാദികൾ. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവർ ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയൂ എന്ന് വാദിച്ചവരാണ് തീവ്രദേശീയവാദികൾ. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ്. ലാൽ, പാൽ, ബാൽ എന്നിവര് അറിയപ്പെട്ടിരുന്നു. ഇനി മിതവാദികളുടെയും തീവ്രദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമായി. 1907 സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത്. എന്താണ് നോക്കാം. സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമായി. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. സൂററ്റ് സ്പ്ലിറ്റ്, കോൺഗ്രസിലുണ്ടായ പിളർപ്പ് ബ്രിട്ടീഷുകാർ വളരെ സമർത്ഥമായി മുതലെടുത്തു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം കൂടുതൽ ആഴത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഇതിലൂടെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ബ്രിട്ടീഷുകാർ തീവ്രദേശീയവാദികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു. നേതാക്കളെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടോ ബാലഗംഗാധര തിലക് ഉൾപ്പെടെ പലരെയും നാടുകടത്തി. പല നേതാക്കളും രാഷ്ട്രീയം ഉപേക്ഷിച്ചു. അപ്പൊ 1907 സൂററ്റിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിൽ എന്ത് ചെയ്യുന്നത്?
അവര് പിരിയുന്നത്. അതിനെയാണ് സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂറത്ത് പിളർപ്പ് എന്ന് അറിയപ്പെടുന്നത്. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരത്തിലൂടെ എന്താ ചെയ്തത്? ചില പ്രധാന വ്യവസ്ഥകൾ കൊണ്ടുവന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക. മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങളിലൂടെ കൊണ്ടുവന്നതാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക. അതുപോലെ നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയ ചില പരിഷ്കാരങ്ങൾ മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ എന്ന രീതിയിൽ കൊണ്ടുവന്നു 1909. ഓക്കെ അല്ലെ? ഇനി സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ആഘാ ഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവര് ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത്. അപ്പൊ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാകുന്നത് 1906. ഓക്കെ അല്ലേ? ഇനി ലാൽ ബാൽ പാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്ര ദേശീയ നേതാക്കളാണ് ആരൊക്കെ? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ഇവരാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, അതുപോലെ പാൽ ബിപിൻ ചന്ദ്രപാൽ. ഓക്കെ അല്ലേ? ഇനി ഹോം റൂൾ ലീഗ് 1914 ആരംഭിച്ച ഒന്നാം ലോക യുദ്ധത്തിന്റെ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. ഇതിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഹോം റൂൾ ലീഗ് ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ ആനി ബസന്റിന്റെയും അതുപോലെ ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിലാണ്. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ജനപിന്തുണ നേടി ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. ഹോം റൂൾ ലീഗിന്റെ പ്രചാരണത്തിനായി ആനി ബസന്റും ബാലഗംഗാധര തിലകും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. പിന്നീട് ജയിൽ മോചിതയായ ഇവർ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1917 അല്ലെ, ഗാന്ധിയുടെ ചമ്പാരൻ സമരം നടക്കുന്നത് ഏത് കൊല്ലം? 1917. അതേ കൊല്ലം 1917 കൽക്കട്ട സമ്മേളനത്തിൽ, അതായത് കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത, ഇതും ഒരു ചോദ്യമാണ്. എന്താണ്? INCയുടെ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ് ആണ്. ഏതാണ് കൊല്ലം? 1917. ഏത് സെഷൻ ആയിരുന്നു? കൽക്കട്ട. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ഐക്യത്തിന്റെ ലക്നൗ. 1916 കോൺഗ്രസ് വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അവർ ഒഫീഷ്യൽ ആയിട്ട് ഒന്നായി വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ച ഒരു കോൺഗ്രസ് സമ്മേളനമായിരുന്നു ഏത്? ലക്നൌവിൽ നടന്ന സമ്മേളനം. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടാനും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും തീരുമാനമെടുത്ത സമ്മേളനമായിരുന്നു ഇത്. 1907 സൂററ്റ് പിളർപ്പ്, സൂററ്റ് സ്പ്ലിറ്റിലൂടെ തീവ്രദേശീയവാദികളും മിതവാദികളും തെറ്റിപ്പിരിയുന്നത് അല്ലെ. അതിനുശേഷം ഇവർ ഒന്നിച്ചത് ഏതിലൂടെയാണ്? ലക്നൌവിലെ സമ്മേളനത്തിലൂടെയാണ്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമര രീതികളിൽ നിന്നും വ്യത്യസ്തമായി ചിലർ രഹസ്യ വിപ്ലവ സംഘടനകൾ രൂപീകരിച്ച് സായുധ സമരത്തിന്റെ മാർഗം അവലംബിച്ചു. പാശ്ചാത്യ സാമ്രാജ്യത്തെ ഹിംസയിലൂടെ മാത്രമേ അമർച്ച ചെയ്യാൻ കഴിയൂ എന്ന് ഇവർ വിശ്വസിച്ചു. അവയിൽ ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ചില വിപ്ലവ സംഘടനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് അനുശീലൻ സമിതി, അത് ബംഗാളിലാണ് ഉണ്ടായിരുന്നത്. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ് അതിന് നേതൃത്വം നൽകിയത്. ഓക്കെ അല്ലെ. ഇനി ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ് തുടങ്ങിയത്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. യുഗാന്തർ പാർട്ടി ബംഗാളിലാണ് തുടങ്ങിയത്. റാഷ് ബിഹാരി ബോസ്, ഗുദ്റാം ബോസ് എന്നിവരായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. അടുത്തത് ഗദ്ദർ പാർട്ടി അമേരിക്കയിലാണ് തുടങ്ങിയത്. ലാല ഹർദയാലാണ് അതിന് നേതൃത്വം നൽകിയത്. ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറയാം. അനുശീലൻ സമിതി ബംഗാളിൽ, സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ്. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി ബംഗാളിലാണ്. റാഷ് ബിഹാരി ബോസ്, ഗുദിറാം ബോസ്. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലാണ്. ആരാണ്? ലാല ഹർദയാൽ. ഇമ്പോർട്ടന്റ്. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ വിവിധ ചൂഷണ നയങ്ങളും അതിനെതിരെ ഇന്ത്യൻ ജനത സ്വീകരിച്ച ചെറുത്തുനിൽപ്പുകളുമാണ് ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയിലേക്ക് നയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരായ ഇന്ത്യൻ ജനതയുടെ ചെറുത്തുനിൽപ്പുകൾക്ക് ഒരു സംഘടിത രൂപം കൈവന്നു. അതിനു മുൻപ് അവിടെയായി ഓരോ ഘട്ടമായി വിഭജിച്ച് കിടക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള രോഷം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ ഒന്നിച്ചു കൂട്ടി ഒരു സംഘടിത രൂപം കൈവന്നത് INC-യുടെ രൂപീകരണത്തോടെയാണ്. അക്കാലത്തെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭമായിരുന്നു ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാനം. ഓക്കെ. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരാണ് എന്ന് ചോദിക്കാറുണ്ട്. അത് ഹർഡിഞ്ച് പ്രഭുവാണ്. ഓക്കെ അല്ലെ. പിൽക്കാലത്ത് ഗാന്ധിജി നേതൃത്വം ഏറ്റെടുത്തതോടെ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ജനകീയവും ശക്തവുമായി തീർന്നു. ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന SCERT ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ, ഒരു ചെറിയ ചാപ്റ്റർ ആണിത്. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്കിൽ ആ രീതിയിൽ എന്നോടൊപ്പം ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ അങ്ങനെ വായിച്ചുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് പഠിക്കാൻ താല്പര്യമുള്ള, വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടെ ഒന്ന് പരിഗണിക്കുക. താങ്ക്